Dear students, welcome to SS Physics classes. നമ്മുടെ നീറ്റ് റിവിഷന്റെ 13ാം നാളാണ്. നമ്മുടെ +1 ചാപ്റ്റേഴ്സ് നമ്മൾ ടുഡേ കംപ്ലീറ്റ് ചെയ്യാണ് വിത്ത് എ വെരി ഗുഡ് ചാപ്റ്റർ വേവ്സ്. നമ്മൾ +1 ആസ് എ ഹോൾ അനാലിസിസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ചാപ്റ്ററുകളാണ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ആസ് എ ഹോൾ, ദെൻ റൊട്ടേഷണൽ മോഷൻ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ഇങ്ങനെയുള്ള ചാപ്റ്ററുകളിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും 2-ലധികം ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ്. അതിൽ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുകളിൽ നിന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുക. ബാക്കി എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും കോൺസെൻട്രേഷൻ ശരിയാണ്. വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പ്രത്യേകിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരുവിധം ബ്രെയിൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. കഴിഞ്ഞ 33 വർഷത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ 82ഓളം ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ റഫ്ലി ഒരു ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻസ് വരെയുള്ള പ്രോബബിലിറ്റി ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ അതില് ഈ വർഷവും നമുക്കൊരു മിനിമം 2 ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാൻ പറ്റും ഫ്രം വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിന്റെ തിയറി അംശങ്ങൾ, സാധാരണ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേഴ്സ്, അങ്ങനെ വരുന്ന ക്യാരക്ടറിസ്റ്റിക് ബേസ് ചെയ്ത് അതിന്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഡോപ്ലർ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേസസ് ആണ്. ദെൻ വി ക്യാൻ മൂവ് വിത്ത് ദ സ്റ്റാറ്റിക് വേവ്സ്. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് മെയിൻ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ഓർക്കണേ, വേവ്സ് എന്ന് പറയുന്നത് സാധാരണ 2 കാറ്റഗറിയിൽ നമ്മൾ പറയാറുണ്ട്, ആസ് എ മെക്കാനിക്കൽ വേവ്സ് ആൻഡ് നോൺ മെക്കാനിക്കൽ വേവ്സ്. അപ്പൊ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, മീഡിയം എന്ന് പറയുന്നത് നെസസറി ആയിട്ടുള്ളത് എന്നാണ്. സോ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലെ, ഏതൊക്കെയാണ്? നമ്മുടെ സൗണ്ട് വേവ്സ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നമ്മുടെ വാട്ടർ വേവ്സ്, നമുക്കൊരു സെസ്മിക് വേവ്സ്, ഇതൊക്കെ മീഡിയം നെസസറി ആയിട്ടുള്ള കേസസ് ആണ്. പക്ഷെ നോൺ മെക്കാനിക്കൽ വേവ്സ്, ക്യാൻ യു ഗിവ് വൺ എക്സാമ്പിൾ ഫോർ നോൺ മെക്കാനിക്കൽ വേവ്സ്? നോൺ മെക്കാനിക്കൽ വേവിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അപ്പൊ അതില് മീഡിയം നെസസറി അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. നമ്മുടെ ലൈറ്റും എക്സ്റേസും അൾട്രാവയലറ്റ് റേസും ഒക്കെ അങ്ങനെ പറയാം. അതിന്റെ മൂവ്മെന്റ് ബേസ് ചെയ്ത് വി ആർ ക്ലാസിഫൈഡ് ദം ഇൻടു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുമ്പോൾ അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് കംപ്രഷൻ റെയർ ഫ്രാക്ഷൻ കോമ്പിനേഷൻ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ ട്രാൻസ്വേഴ്സ് വരുമ്പോൾ ഇറ്റ് ഈസ് എ ക്രസ്റ്റ് ആൻഡ് ട്രഫ് ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഓൾസോ കീപ് ഇൻ മൈൻഡ്, സാധാരണ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വൈബ്രേഷൻസ് ആർ എലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ആ വേവ് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലായിരിക്കും അതിന്റെ വൈബ്രേഷൻസും എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ട്രാൻസ്വേഴ്സ് വേവ്സിലെ ഡയറക്ഷൻ ഓഫ് വേവ് ഇങ്ങോട്ടാണ്, but that vibrations are restricted in the perpendicular plane and hence the name as the transverse waves. ഇതില് മാത്തമാറ്റിക്കൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത് how the displacement of each particle we can represent. ഒരു ജനറൽ റിലേഷൻ എന്നുള്ള സെൻസിൽ മറന്നു പോകരുത്. y is equal to a sin kx minus omega t. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ഇവിടെ y ആക്സിസിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എ ടൈം t ആണ് ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുക. അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇത് നോക്കുമ്പോൾ can you predict in which direction that wave is traveling? ഇവിടെ ആർഗ്യുമെന്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ in which direction that wave y is equal to a sin kx minus omega t is traveling? Come on, everybody.
I am waiting your answer. Come on, quick. That is a very important concept. Keep in mind that minus x നോട് ചേർന്നിരിക്കുന്ന കോഎഫിഷ്യന്റ് ആണ് തീരുമാനിക്കുക. ആ കോഎഫിഷ്യന്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം the motion is towards the positive x-axis എന്നാണ്. That is very important concept. മറന്നു പോകരുത്. അപ്പൊ അവിടെ പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് നെഗറ്റീവ് x-axis എന്നാണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതൊരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്, മറക്കരുത്. അവിടെ കെ എന്ന് പറയുന്നതിനെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്നോ അല്ലെങ്കിൽ വേവ് വെക്ടർ എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. ഡയറക്ഷൻ തീരുമാനിക്കുന്നത് അതാണ്. അതിന്റെ മാത്തമാറ്റിക്കൽ ആസ്പെക്ട്സ് മറന്നു പോകരുത്. 2π/λ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. അതോടൊപ്പം ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം ആംഗുലാർ ഫ്രീക്വൻസി ആണ്. 2πf എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ 2π ടൈം പീരീഡ് ആയിട്ട് നമുക്ക് പറയാം. ഇങ്ങനെയുള്ള കേസസ് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ വേവ്. നമ്മൾ ഓൾറെഡി റിവൈസ് ചെയ്ത ഒരു പോയിന്റ് ആണ്. ക്യാൻ യു മെമ്മറൈസ് how we can easily find the speed of the mechanical wave here? വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സ് ആണ്. പെട്ടെന്ന് ഷെയർ ചെയ്യാവോ? Come on everybody. നമ്മൾ ഈ ഒരു ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഓർക്കുക, ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ് അല്ലെ? So if you just find the value omega by k, omega is 2πf and k is 2π/λ. So 2π cancel, you get the value as a speed. So ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. പല വർഷങ്ങളിലും നിങ്ങളെ എക്സാമിന് സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, മറന്നു പോകരുത്. നമ്മുടെ സൗണ്ട് വേവ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കേസസ് ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യുക. ഈ സൗണ്ട് വേവ്സ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഫ്രീക്വൻസിയെ കുറിച്ച് ഓർക്കുക. നമുക്കറിയാം 20 to 20 കിലോ ഹെർട്സ് ആണ്. പക്ഷെ 20 ഹെർട്സിനേക്കാൾ ലെസ് ആയിട്ടുള്ള ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേര് മറക്കരുതേ. ദാറ്റ് ഈസ് കോൾഡ് ഇൻഫ്രാസോണിക് വേവ്. ഇൻഫ്രാസോണിക് വേവ്. അപ്പൊ അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് മറന്നു പോകരുത്, ഗ്രേറ്റർ ദാൻ 16.6 സെന്റിമീറ്റർ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 20 കിലോ ഹെർട്സ് ഓഡിബിൾ ആയിട്ടുള്ളതിനെ വിളിക്കുന്ന പേര് സൂപ്പർസോണിക് എന്നാണ്, മറന്നു പോകരുത്. അപ്പോൾ അവിടുത്തത് ലെസ് ദാൻ 1.6 സെന്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം മറക്കരുത്. അത് ചില കേസസിലെല്ലാം മെൻഷൻഡ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. ഈ സ്പീഡ് ഓഫ് സൗണ്ട് വേവ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് ഓർക്കണേ. കാരണം അതില് ഒരു ട്രാവലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ആ മീഡിയത്തിന് ഇനർഷ്യയും ഡെൻസിറ്റി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, സപ്പോസ് നമുക്കൊരു സോളിഡ് കോൺസെപ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ സാധാരണ ഒരു സൗണ്ട് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു റോഡാണ് എടുത്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു √y/ρ എന്നുള്ള ആസ്പെക്ട്. അതിനു പകരം അത് ലിക്വിഡോ ഗ്യാസസോ ആയിട്ട് മാറുമ്പോൾ അവിടുത്തെ യങ്സ് മോഡുലസ് ബൾക്ക് മോഡുലസ് ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഇനി സൗണ്ട് വേവ് എന്ന് പറയുന്നത് നമ്മുടെ എയറിലൂടെ മൂവ് ചെയ്യുമ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ച് ഓർക്കുക. ന്യൂട്ടൺ ആദ്യം കൊടുത്ത റിലേഷൻ എന്ന് പറയുന്നത് v is equal to √p/ρ ആണെങ്കിൽ അവിടെ ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യപ്പെട്ടു ബൈ ലാപ്ലൈസ്, ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് എയറിലൂടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത് അഡയബാറ്റിക് ആയിട്ടാണ്. അതുകൊണ്ട് ഈ റിലേഷന് പകരമായിട്ട് ലാപ്ലൈസിന്റെ കറക്ഷൻ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ അത് γp ഡിവിഷൻ ബൈ ρ എന്നുള്ള ആസ്പെക്ട് മറന്നു പോകരുത്. അത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഇനി ഒരു പോയിന്റ് കൂടെ മെമ്മറൈസ് ചെയ്യുക. ഈ വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡബിൾ ആകുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വളരെ പ്രധാനമായിട്ടും ഓർമ്മയിൽ നിൽക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. സാധാരണ രൂപത്തിൽ ഡെൻസിറ്റിയുമായിട്ട് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി വരുന്ന സമയത്ത് ഓർക്കേണ്ടത്, അല്ലെ ഡെൻസിറ്റിയെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഓർക്കുക ദാറ്റ് സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √d. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്.
അടുത്ത പ്രഷറുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. അത് ബേസ് ചെയ്തിട്ട് പലപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, അത് റൂട്ട് ടെമ്പറേച്ചറുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ള കോൺസെപ്റ്റ് ഓർക്കുക. നമ്മുടെ എയറിൽ ഹ്യൂമിഡിറ്റി വർദ്ധിക്കുകയാണെന്നുള്ള കോൺസെപ്റ്റ് വരെയാണെങ്കിൽ ഓർക്കണം, അവിടെ ഡെൻസിറ്റി കുറയുന്നത് കാരണം സ്പീഡ് കൂടുതലാണ്. ഇനി അപ്പൊ നമ്മൾ ഈ ബേസിക് കോൺസെപ്റ്റ്സുകൾ ബേസ് ചെയ്തിട്ട് നമുക്ക് വൺ ബൈ ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. യു ആർ വെയിറ്റിംഗ് എ ഗുഡ് ക്വസ്റ്റ്യൻ. വായിക്കൂ, പെട്ടെന്ന് ആൻസർ പറയും. Which one of the following statement is true? The first statement, the sound waves in air are longitudinal while the light waves are transverse. Both light and sound waves in air are longitudinal. Both light and sound waves can travel in vacuum. Both light and sound waves in air are transverse. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലെ? യെസ്, നമ്മൾ അവിടെ പറഞ്ഞു സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് സൗണ്ട് വേവ്സിന്റെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലാണെന്ന് നമ്മൾ ഉറപ്പിച്ച കൺസെപ്റ്റാണ്. അതോടൊപ്പം തന്നെ ലൈറ്റ് എന്ന് പറയുന്നത് വട്ടെവർ മേ ബി ദ മീഡിയം, അതിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് എന്ന് നമ്മൾ പറയുകയും ചെയ്തു. So then come on, give the answer. Exactly, you are right. Yes, our first option ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. You are okay. You got the theory part very well. Very good. Very good. Yes, exactly. Come on, everybody. Come on. Yes. രണ്ടാമത്തെ കോൺസെപ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. നോക്കൂ, the equation of a progressive wave is given by, നമുക്കതിനൊന്ന് റീറൈറ്റ് ചെയ്തേക്കാം. എപ്പോഴും ഒരു ബ്രാക്കറ്റ് കോൺസെപ്റ്റ് വരുമ്പോഴേ അതിനെ കൃത്യതയോടെ നമ്മൾ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൃത്യമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കോഎഫിഷ്യൻസുകൾക്ക് അവിടെ തകരാറ് വരാൻ സാധ്യതയുണ്ട്. സോ അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വേവ് എന്ന് പറയുന്നത്. നമുക്ക് ചോയ്സ് കാണുമ്പോഴേ തന്നെ നമുക്കറിയാം വി ഹാവ് ടു, എന്താണ് സ്പീഡ്, എന്താണ് വേവ് ലെന്ത്, എന്താണ് ആംപ്ലിറ്റ്യൂഡ്, എന്താണ് ഫ്രീക്വൻസി. അപ്പൊ നമ്മൾ മനോഹരമായിട്ട് അതിന്റെ ജനറൽ റിലേഷനെ പറ്റി നമുക്ക് വ്യക്തതയോടെ നമ്മൾ എഴുതുക. സോ y is equal to a sin into omega t minus kx എന്നുള്ളതാണ് നമ്മളുടെ ജനറൽ റിലേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ആംപ്ലിറ്റ്യൂഡ് അവിടെ എത്രയാണ് പറയുന്നത്? നമുക്കിവിടെ യൂണിറ്റിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല. ഈസ് ഇറ്റ് സെന്റിമീറ്റർ ഓർ മീറ്റർ? നമുക്ക് ചോയ്സസ് ഉള്ളത് കൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് സെന്റിമീറ്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെൻസ് ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം ഇത് 0.04 എന്നാണ് കൊടുത്തിരിക്കുക. അപ്പോൾ അടുത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒമേഗ ബേസ് ചെയ്ത് ഫ്രീക്വൻസി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഒമേഗയുമായിട്ടല്ലേ? അപ്പൊ ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ എത്രയായിട്ടാണ് തന്നിരിക്കുന്നത്? 5/5 ആണ് അല്ലെ? അപ്പോ ഒമേഗ ഈസ് ഗിവൺ ആസ് 5/5. വാട്ട് ഈസ് ഒമേഗ? നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. എന്താണാവോ? 2πf ആണ്. സോ 2πf is equal to 5/5 ആണ്. സോ നമുക്ക് പൈ ക്യാൻസൽ ആയിട്ട് നമുക്ക് കളയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഫോർ എഫ് ഇസ് ഈക്വൽ ടു 1/10 ആണ് അല്ലെ? എന്ന് പറയുമ്പോൾ 0.1 ഹെർട്സ് ആണ്. സോ നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല അല്ലെ? 50 ആണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ രണ്ടെണ്ണം ഓപ്ഷൻ ആയിട്ട് പോയി കഴിഞ്ഞു. അടുത്തിന് നമുക്ക് കെയുമായിട്ട് ബന്ധപ്പെട്ടത് കൺസിഡർ ചെയ്യാം. കെ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അറിയാം അല്ലെ? 2π ലാംഡയുമായിട്ടാണ് നമുക്ക് ലിങ്ക് വരുന്നത്. സോ 2π/λ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് 5/9 ആണ്. സോ പൈയും ക്യാൻസൽ ആയി. സോ ലാംഡ ഈസ് ഈക്വൽ ടു 2 into 9. That is equal to 18. Yes, that is the answer. അപ്പൊ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ചോയ്സ് കൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്തേ. നമ്മൾ പഠിച്ച ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ആ വെലോസിറ്റി ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ. നമ്മൾ പറഞ്ഞു ദാറ്റ് വെലോസിറ്റി ഈസ് വാട്ട്? ω/k. ഒമേഗയുടെ എത്രയായിട്ടാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ, ദാറ്റ് ഈസ് 5/5 ആൻഡ് k ടേക്ക് ദ വാല്യൂ ആസ് 5/9. So you get the answer as 9/5, exactly 1.8 that is centimeter per second. So
നമുക്ക് എക്സാക്ട്ലി സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. വെരി ഗുഡ്. എവരിബഡി ഓക്കെ? ആർ യു ഫോളോയിങ് മീ? ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നമ്മുടെ നീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തേർഡ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുക. യെസ്, കമാൺ, അതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. ഡിയോ 1, ഞാൻ സാംസൺ എസ് കഴിഞ്ഞ 20 വർഷമായിട്ട് 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികൾക്കും ട്രെയിനിങ് കൊടുക്കുന്നു ഫോർ ഫിസിക്സ്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുതേ. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ നോക്കൂ. എ വേവ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ, positive x direction, having displacement along y direction as 1 meter. So that amplitude we can say as 1 meter. With the wavelength it is given as 2 pi meter and the frequency f is equal to 1 by pi hertz. How we can represent it? That is the concept there. അപ്പൊ നമ്മള് സാധാരണയുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സസിലെല്ലാം സൈൻ വേവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു പാറ്റേണിലേക്ക് നമുക്ക് എടുക്കാം. സോ എ സൈൻ. ഇനി ആദ്യം ഇത് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു ഡൗട്ട് വരേണ്ടത്, എ വേവ് ഈസ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഒരു വേവ് എന്ന് പറയുന്നത്, സപ്പോസ് ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് അലോങ് ദ പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ, we can represent it as kx minus omega d or omega d minus kx. ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ. അതിന് പകരം suppose that wave is propagating along the negative x direction, we have it represented as kx plus omega d. That is a very important ആയിട്ടുള്ള പോയിന്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ എക്സിനാണ് ഇക്വേഷൻ, വൈക്ക് പകരമെങ്കിൽ, so that vibration are propagating along y-axis, so keep in mind ky minus omega d. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് എപ്പോഴും മനസ്സിൽ ഓർക്കുക. അപ്പൊ നമുക്ക് കംഫർട്ട് ആയിട്ട് പറയാം, ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ kx minus omega d. ഇനി ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? അത് 1 എന്ന് തന്നിട്ടുണ്ട്, എയുടെ വാല്യൂ. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് k ആണ്. k എന്ന് പറയുന്നത് നമുക്കറിയാം 2 പൈ ഡിവിഷൻ ബൈ ലാംഡ ആണ്. അപ്പോൾ അവിടെ ലാംഡ എക്സാക്ട്ലി നമുക്ക് 2 പൈ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ? നോക്കിയേ, 2 പൈ ആണ് അവന്റെ വേവ് ലെങ്ത് ആയിട്ട് നമുക്ക് തന്നിരിക്കുക. അപ്പോൾ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 മീറ്റർ റേസ് ടു മൈനസ് 1 ആയിട്ട് മാറി. യൂണിറ്റ് ഓർക്കുക. അടുത്ത ഒമേഗയാണ് വേണ്ടത്. എന്താണത്? 2 പൈ ഇൻറ്റു എഫ് അല്ലേ? ഫ്രീക്വൻസി നമുക്ക് ഇവിടെ എത്രയായിട്ട് തന്നിരിക്കുന്നത്? 1 ബൈ പൈ അല്ലേ? യെസ്. സോ എക്സാക്ട്ലി 2 ആണ് ഒമേഗ ആയിട്ട് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇതിൽ മനോഹരമായിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. y is equal to amplitude എന്ന് പറയുന്നത് 1 ആണ്. Then sin into, come on, kx, k is 1. So x minus omega is what? 2 into t. So that is the answer. Exactly. You are very good. Very good. Yes, we get the answer as the fourth option as the answer. Very good. Very good. സോ ഇത് ബേസിക് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയയിലുള്ള ക്വസ്റ്റ്യനുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അടുത്ത കൺസെപ്റ്റ് ഒന്ന് നോക്കുക. ആ ഒരു അനിമേഷനും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാണ്. നമ്മൾ സൗണ്ട് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പൊ അയൺ മീഡിയത്തിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഏതാണ്ട് 5000ഓളം അവന്റെ സ്പീഡ് വരും എന്നുള്ള കാര്യം മറക്കരുത്. അതേ സ്ഥാനത്ത് ലിക്വിഡ് വാട്ടറിലാണ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 1500 ആയിരിക്കും അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഗ്യാസ് നമ്മൾ റഫ്ലി പറയുന്ന മാതിരി 330 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം സൗണ്ട് വേവ്സിന് ഏറ്റവും കൂടുതൽ സ്പീഡ് വരുന്ന മീഡിയം എന്ന് പറയുന്നത് സോളിഡ് ആയിരിക്കും, പിന്നെ ലിക്വിഡ് ആണ്, പിന്നെ ഗ്യാസ് ആണ്. ആ കാര്യം മറക്കരുത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടീഷൻ ആണ്, പല ആവർത്തി ചോദിച്ച ഒരു കോൺസെപ്റ്റ് ആണ്. A string of 7 meter in length, so L is given as a 7 meter, has a mass of 0.035 kilogram. If the tension in the string that is given as a 60.5 Newton, then the speed of wave on the spring is. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്.
ഒരു സ്ട്രിങ്ങില് നമ്മൾ സാധാരണ രൂപത്തിൽ അതിന് ടി ടെൻഷൻ ഉണ്ടെങ്കിൽ മ്യൂ എന്ന് പറയുന്ന ലീനിയർ ഡെൻസിറ്റി മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ടെങ്കിൽ we know the speed along that string is given as a root of, come on everybody, so that is given as is equal to T by mu. Yes, exactly, you are right, very good, very good. So that is equal to root of, what is T, the tension there, that is nothing but equal to 60.5 division by mu. Mu is what? The mass per unit length. So mass is here, it is 0.035 by that is 7. So we can write it to be as is equal to root of 60.5 into 7 division by 0.035. And one taking that root, you get exactly the value as is equal to root of 12100. And you get the answer as 110 meter per second. We can opt that third option as the answer. Very good, very good. So, this speed in a memorize especially at the temperature depend on frequent aspects. Look, the question number 5. 5 like tomorrow. Our electrostatics day 14. Second year like the chapter is very important, especially the electric field, charges, potential, capacitance. Two chapters a bigger one. We can wait to minimum 4+1 questions from that area. അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതൊന്ന് നന്നായിട്ട് വായിച്ചതിന് ശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ കറണ്ട് ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജസ്, ഈ മൂന്നും പ്രോമിസിംഗ് ആയിട്ടുള്ള എഫക്റ്റീവ്ലി 4 ചാപ്റ്റേഴ്സ് ആണ്. വളരെ ശക്തമായ ഇടപാട് അതിൽ ഉണ്ടായിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുന്നേ സ്റ്റാൻഡിങ് വേവ്സ് ആണ് ഉണ്ടാകുക. നമ്മൾ സാധാരണ രൂപത്തില് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പറയാറുണ്ട്. സൂപ്പർ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പല വേവ്സുകളുടെ ഒരുമിച്ച് ചേരൽ എന്ന് പറയുന്നു. പലതരത്തില് നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം 3 കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തതയോടെ നമ്മൾ പഠിക്കണം. അപ്പൊ അതിൽ ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്റർഫറൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അത് കഴിയുമ്പോൾ ബീറ്റ്സ്, അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്ന ആസ്പെക്ട്. അപ്പൊ ഇതില് ഇന്റർഫറൻസ് വരുമ്പോൾ അവന്റെ ആംപ്ലിറ്റ്യൂഡ് ഒക്കെ ഡിഫറെന്റ് ആകാം, യൂണി ഡയറക്ഷൻ ആകാം, അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകാം. അങ്ങനെ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന കോൺസെപ്റ്റ് ആണ് ഇന്റർഫറൻസ് എന്ന് പറയാൻ. അപ്പൊ അവിടെ 2 വേവ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. അവ തമ്മിലുള്ള അവയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് A1 A2 ആണ്. അവ തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് 5 ആണെങ്കിൽ മറന്നു പോകരുത്, റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos 5. അപ്പൊ പെട്ടെന്നൊന്ന് മെമ്മറൈസ് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്താണ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ cos 5 ആണ് തീരുമാനിക്കുക. അപ്പൊ cos 5 മാക്സിമം ആകണം അല്ലെ? മാക്സിമം വാല്യൂ 1 ആണ് എന്ന് പറയുമ്പോൾ θ0 നടക്കുമ്പോൾ അവിടെ ഓർമ്മയിരിക്കട്ടെ, അത് A1 പ്ലസ് A2 ആയിട്ട് മാറും. അപ്പൊ മിനിമം ആംപ്ലിറ്റ്യൂഡ് സംഭവിക്കുന്ന കേസ് മറന്നു പോകരുത്, A1 ഡിഫറൻസ് A2 ആയിരിക്കും. ആ ആംഗിളിന്റെ കേസ് വിട്ടുപോകരുത്, 180 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ സാധാരണ രൂപത്തില് മാക്സിമം എന്ന് പറയുമ്പോൾ ദ ക്രസ്റ്റ് ഫോൾസ് ഓവർ ദ ക്രസ്റ്റ്, ദ ട്രഫ് ഫോൾസ് ഓവർ ദ ട്രഫ്, ദാറ്റ് ഈസ് ദ മീനിങ്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരാൻ സാധ്യതയുള്ള നമ്മുടെ വേവ് ഓപ്റ്റിക്സുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഇന്റൻസിറ്റി ഓഫ് ദ റിസൾട്ടന്റ് വേവ്. എപ്പോഴും ഓർക്കണം, ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡുമായിട്ട് സ്ക്വയർ ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് വരിക. അപ്പൊ അതുകൊണ്ട് ഓരോന്നിന്റെ ഇൻഡിവിജ്വലുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ എന്ന് പറയുന്നത് ദാറ്റ് 2 root I1 I2 cos 5. So the resultant intensity, take the value as I1 plus I2 plus 2 root I1 I2 cos 5. ഈ ബീറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് 2 വേവ്സ്, അതിന്റെ കണ്ടീഷൻസ് ഓർമ്മയിരിക്കണം, നിയർലി ഈക്വൽ ഫ്രീക്വൻസി ആയിരിക്കണം. അവയുടെ ഫ്രീക്വൻസി ഡിഫറൻസ് നോട്ട് ഗ്രേറ്റർ ദാൻ 10 ഹെർട്സ്. ഇത് ബേസിക് ആയിട്ട് നമ്മൾ ബേസ് ചെയ്യാൻ
ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് വേവും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അപ്പോഴുണ്ടാകുന്ന intensity variation for maxima and minima, that is called beats. വളരെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന ഹൗളിംഗ് സൗണ്ട്, വാക്സിംഗ് ആൻഡ് വാനിങ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റ് ഫ്രീക്വൻസിയാണ്. അത് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് ആയിരിക്കും. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്റ്റാൻഡിങ് വേവ്സ് അവർ കോൺസെപ്റ്റ്. ഈ അനിമേഷൻ കാണിക്കുന്ന കോൺസെപ്റ്റ് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. റിഫ്ലക്റ്റഡ് വേവിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അത് ഒരുമിച്ച് ചേർന്നിട്ട് വളരെ കൃത്യമായിട്ടുണ്ടാകുന്ന സ്റ്റാൻഡിങ് വേവ്സുകളെ കുറിച്ച്. അപ്പൊ ഈ റിഫ്ലക്റ്റഡ് വേവ്സിന് സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഒരുമിച്ച് ചേരുന്ന ഒരേ ഡയറക്ഷനിൽ പോകുന്ന വേവ്സ് ആണെങ്കിൽ പോലും സാധാരണ രൂപത്തിൽ ഒരേ ഫ്രീക്വൻസിയുള്ള വേവുകൾ ഇവിടെ വന്ന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരിക. അപ്പൊ അങ്ങോട്ട് പോയ വേവും തിരിച്ചു വരുന്ന വേവും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റാൻഡിങ് വേവ്സിന്റെ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് y is equal to -2a that sin kx cos omega d. ഇവിടെ 2a sin kx നെ വിളിക്കുന്ന പേരാണ് ദ ആംപ്ലിറ്റ്യൂഡ് ഫോർ ദ സ്റ്റാൻഡിങ് വേവ്സ്. അപ്പൊ ഈ സ്റ്റാൻഡിങ് വേവ്സിന്റെ പാറ്റേണിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് അറിഞ്ഞിരിക്കണം. രണ്ട് റിജിഡ് ബൗണ്ടറികൾക്കിടയ്ക്ക് എൽ ലെങ്ത് ഉള്ള ഒരു വേവ് വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ, അതില് റിജിഡ് ബൗണ്ടറിയിൽ എപ്പോഴും നോഡ് എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. അതിന് മിഡിലായിട്ടാണ് നമ്മുടെ സെക്കൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ടേം ദാറ്റ് ഈസ് കോൾഡ് ആന്റിനോഡ്. അപ്പൊ ആന്റിനോഡിലെ പ്രഷർ എന്ന് പറയുന്ന വേരിയേഷൻ വളരെ മിനിമം ആയിരിക്കും. നോഡ് വരുമ്പോൾ ദ പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. സാധാരണ രൂപത്തിൽ നമുക്കറിയാം, ഒരു വേവുമായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പാറ്റേൺ കൺസെപ്റ്റിൽ ഓർക്കേണ്ടത്, ഇവിടത്തെ കേസില് ഇൻ ബിറ്റ്വീൻ ദ ടു റിജിഡ് ബൗണ്ടറി നമുക്ക് അവിടെ വന്നിരിക്കുന്ന ദാറ്റ് ലെങ്ത് എന്ന് പറയുന്നത് വേവ് ലെങ്ത് ബൈ 2 ആണ്. ഒരു അഡ്ജസന്റ് ആയിട്ടുള്ള നോഡും ഒരു ആന്റി നോഡും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് λ/4 ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ ഒരു റിജിഡ് ബൗണ്ടറിയിൽ നിന്ന് എക്സാക്ട്ലി λ/4 ഉള്ളിടത്ത് നമ്മുടെ ഫസ്റ്റ് ആന്റി നോഡ് വന്നിരിക്കും. ഇതാണ് യഥാർത്ഥത്തിലുള്ള പിക്ചറൈസേഷൻ. നമ്മളൊരു ടോയിൻ നൂൽ, അതിലൊരു ഫ്രീക്വൻസി നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന കണ്ടോ എക്സാക്ട്ലി 3 സെഗ്മെന്റിന്റെ സ്റ്റാൻഡിങ് വേവ്സ് പാറ്റേൺ ആണ്. എന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൃത്യതയോടെ നമുക്ക് അനലൈസ് ചെയ്യാം. 3 ഡിവൈസസ് ആണ് നിങ്ങൾക്ക് അതിൽ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. ഒന്ന് സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള സ്ട്രിങ്, 2 നമ്മുടെ ഓപ്പൺ ട്യൂബ്, 3 ദ ക്ലോസ്ഡ് ട്യൂബ്, ഒരെൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള. അതില് ഇത് രണ്ടും ഒരേ ഫോർമുലകളാണ്, നമുക്ക് പഠിക്കാൻ വളരെ ഈസിയുമാണ്. ഇത് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള കേസസ് ആണ്. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അതിന്റെ തിയറി പറഞ്ഞു പോകുന്ന തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീൽ ചെയ്യാം. സോ എവരിബഡി പ്ലീസ് നോക്കൂ. The 5th question. A wave of frequency 100 Hz is sent along a string towards a fixed end. When this wave travels back after reflection, a node is formed at a distance of 10 centimeters from the fixed end of the string. The speed of incident waves are. That is very important. സാധാരണ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് അല്ലെ. സോ v is equal to f into lambda. അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ഹെർട്സ് തന്നിട്ടുണ്ട്. അപ്പൊ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ആണ് ഈ മറ്റു കോൺസെപ്റ്റ്സുകൾ പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സി, ഒരു ഫിക്സഡ് എൻഡിലേക്ക് ആ വേവ് മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈൻ, യെസ്. അപ്പൊ നമ്മുടെ ഫിക്സഡ് എൻഡ് നമുക്ക് കൽപ്പിക്കാം. അപ്പൊ ആ വേവ് ആദ്യം ഇവിടെ വന്നു. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമുക്കറിയാം അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ 180 ഡിഗ്രി തിരിഞ്ഞു പോകും അല്ലെ. യെസ് യെസ് യെസ്. അപ്പൊ ഇവിടെ പറയാണ്, എ നോഡ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്
10 centimeter from the fixed end. നമ്മുടെ ഫിക്സഡ് എൻഡിൽ നിന്ന് 10 സെന്റിമീറ്റർ അകലെയായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് നോഡ്. അപ്പൊ ഫസ്റ്റ് നോഡും ഫിക്സഡ് എൻഡും തമ്മിലുള്ള ലെങ്ത് ഒന്ന് ചിന്തിച്ചേ, എത്ര ഡിസ്റ്റൻസ് വരും? 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വേവ് ലെങ്തുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് നമുക്ക് 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആന്റി നോഡ് ഇതിനാണ്. അതെന്ന് പറയുന്നത് λ/4 സെപ്പറേഷനിലാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ നോഡുമായിട്ടുള്ള അകലം എത്രയെന്നാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സെപ്പറേഷൻ ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ അത് എക്സാക്ട്ലി നമുക്ക് എത്രയായിട്ട് നമുക്ക് പറയാം? λ/2. അപ്പൊ നമുക്ക് ഇവിടെ 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത് λ/2 ആണെങ്കിൽ, so we can say that lambda is equal to as 20 centimeter. നമ്മുടെ SI കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ we can write it to be as a 0.2, that is that much meter. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. So 0.2 into 100, yes, exactly 20 meter per second. So that is the concept there. We can say the third option as the answer. കുഞ്ഞുങ്ങളെ, really, you get it? The next question. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കേസസ് ആണ് അടുത്ത് പറയുന്നത്. നോക്കി, നമ്പർ 6. A stretched string resonates with the tuning fork with the frequency 512 Hz when length of the string is 0.5 meter. The length of the string required to vibrate resonantly with the tuning fork of frequency 256 Hz would be. അപ്പം റെസൊണൻസ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഫ്രീക്വൻസി സംഭവിക്കണം. അപ്പൊ അതിന്റെ വാല്യൂ എത്രയാണ്? 256 ആണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പൊ സാധാരണ രൂപത്തിൽ നോക്കി, ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന സ്റ്റാൻഡിങ് വേവ്സുകളെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. നമുക്കറിയാം, ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് സെഗ്മെന്റ് എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V ഡിവിഷൻ ബൈ ലാംഡ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അവിടുത്തെ ലെങ്ത് L ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ L എന്ന് പറയുന്നത് λ/2 ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് നോട്ട്സ് ഇൻ എ സ്റ്റാൻഡിങ് വേവ്. ഞാൻ പറഞ്ഞ സെന്റൻസ് ഒരിക്കൽ കൂടെ, 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നോഡുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വേവ് ലെങ്ത് ബൈ 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം ദാറ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് 2 into L ആയിരിക്കും. സോ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V ഡിവിഷൻ ബൈ 2 into L ആണ്. അപ്പോ ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് നമ്മൾ വിളിക്കുക, ഫസ്റ്റ് ഹാർമോണിക് എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ രണ്ടാമത്തെ ഹാർമോണിക് എന്ന് പറയുമ്പോൾ ആ L ലെങ്തിനുള്ളില് 2 സെഗ്മെന്റുകൾ ഉണ്ടായിരിക്കണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അതിന്റെ വേവ് പാറ്റേൺ ഇത് കൂട്ടുതരത്തിലായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് L എന്ന് പറയുന്ന ലെങ്തിന് 2 λ/2 ഒരുമിച്ച് ചേരുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് പറയാം വെലോസിറ്റി ഡിവിഷൻ ബൈ വേവ് ലെങ്ത്. വേവ് ലെങ്ത് 2L ഡിവിഷൻ ബൈ 2 ആയിട്ട് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. അപ്പൊ 2 സെഗ്മെന്റുകൾ ഉണ്ടായി എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. തേർഡ് ഹാർമോണിക്സ് എന്ന് പറയുമ്പോൾ അവിടെ 3 സെഗ്മെന്റുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം മറക്കരുത്. അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണെന്ന് മറക്കരുത്. അപ്പൊ 3 ടൈംസ് ഓഫ് V ഡിവിഷൻ ബൈ 2L ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്നുള്ള ആസ്പെക്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഓൾ ദ ഹാർമോണിക്സ് ആർ പോസിബിൾ ആണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക, ഈ ഫസ്റ്റ് നമ്മുടെ നമ്മുടെ ഫണ്ടമെന്റൽ 1, നമ്മുടെ രണ്ടാമത്തെ ഹാർമോണിക് ആയിട്ട് നമ്മൾ പറയുന്നു. ആ രണ്ടാമത്തെ ഹാർമോണിക്കിനെ ഫസ്റ്റ് ഓവർടോൺ ആയിട്ടാണ് നമ്മൾ പറയുക. അപ്പൊ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ഹാർമോണിക് ആണ് എന്നുള്ള കാര്യം മറക്കരുത്.
സെക്കൻഡ് ഓവർടോൺ എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രാമത്തെ ഹാർമോണിക് ആയിരിക്കും? കമൻസേ. സെക്കൻഡ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ അത് എത്രാമത്തെ ഹാർമോണിക് ആയിട്ട് നമുക്ക് പറയേണ്ടി വരും? പ്ലീസ് മെസ്സേജ് മീ. അപ്പൊ ഓർക്കുക, ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിന്റെ കേസസിൽ എല്ലാ ഹാർമോണിക്സും പോസിബിൾ ആണ്. 1 2 3 4 5 6 ലൈക്ക് ദാറ്റ്. അപ്പൊ ഫസ്റ്റ് ഹാർമോണിക് കംഫർട്ട് ആയിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ആണ് V/12. സെക്കൻഡ് ഹാർമോണിക് 2 ഇൻറ്റു. അപ്പൊ ഇതില് ഒരെണ്ണം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയാണ് ഫസ്റ്റ് ഓവർടോൺ. ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാർമോണിക് ആണ്. അപ്പൊ സെക്കൻഡ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഹാർമോണിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും? വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. യെസ്, ദാറ്റ് ഈസ് എക്സാക്ട്ലി തേർഡ് ഹാർമോണിക് ആയിരിക്കും. സോ ആ ഒരു പാറ്റേൺ എപ്പോഴും മറന്നു പോകരുത്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സി the length of the string is 0.5. അപ്പൊ ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റ് നമുക്ക് എടുക്കേണ്ടത്, നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം 2L ആണ്. അപ്പോൾ ആ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫോർ ദ ടൈം ബീയിങ്. ടെൻഷനൊക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഉറപ്പിച്ചു പറയാം അത് കോൺസ്റ്റന്റ് ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസിലെ V1 എന്ന് പറയുന്നത് V2 ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ L1 എന്ന് പറയുന്നത് L2 N2 ആയിരിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ കേസിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് ഏത് എന്നാണ്. So we need to find what is the value for L2. So we can say that N1 L1 by that N2. ഓരോ തന്നിരിക്കുന്ന ഫ്രീക്വൻസീസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഫസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 512 ഡിവിഷൻ ബൈ the second frequency as 256 into that first length as a 0.5. അങ്ങനെയാണെങ്കിൽ what is answer? The 0.5 is 1 by 2. 2 into 256 is 512, and hence we get the value as 1 meter. Exactly our third option as the answer. C as the answer. Is it fine? Good. നിങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? The next question, number 7. A good question is waiting for you. Please listen carefully. If we study the vibration of a pipe open at both ends, then which of the following statement is not true? So we need to find. നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണേ, നോട്ട് ട്രൂ. അപ്പൊ നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള കോൺസെപ്റ്റ്സ് ആണ്. അപ്പൊ റോങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഓരോ ചോയ്സസ് ആയിട്ട് നമുക്ക് സെൻസ് ചെയ്യേണ്ട കാര്യം നോക്കിയേ. ഡി ചോയ്സ് ആദ്യം നോക്കി. ആന്റി നോഡ് വിൽ ബി അറ്റ് ഓപ്പൺ എൻഡ്. നോക്കിയേ, ഇത് ഒരു ഓപ്പൺ എൻഡിലെ ഹാർമോണിക്സുകളാണ് അല്ലെ? യെസ്, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നോക്കൂ. ഇത് മുതൽ ഇത് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫ്രീക്വൻസി വരുമ്പോൾ ഒരു ഓപ്പൺ പൈപ്പ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, രണ്ട് എൻഡുകളും ആന്റിനോഡ് ആയിരിക്കും. അപ്പൊ അത് റിജിഡ് ബൗണ്ടറി വരുന്നിടത്ത് മാത്രമേ നോഡിന് സാധ്യതയുള്ളൂ. അപ്പൊ അവിടെ റിജിഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ആന്റിനോഡ് മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. നോക്കി, ഒരു നോഡും ഒരു ആന്റിനോഡും തമ്മിലുള്ള സെപ്പറേഷനെ കുറിച്ച് വ്യക്തമായ ഐഡിയ നമുക്കറിയാം. ഇത് λ/4 ആണ്. അപ്പോൾ ഈ ലെങ്തും എത്രയായിട്ട് വരും? λ/4 ആകും. അപ്പൊ ടോട്ടൽ എത്രയായിട്ട് വരും? 2 into λ/4 ആണ്. എന്ന് പറഞ്ഞാൽ λ/2 അല്ലേ? അപ്പോൾ അവിടുത്തെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്രയായിട്ട് വരും? V ഡിവിഷൻ ബൈ ലാംഡ. അപ്പൊ ഇവിടെ എത്രയാണ് ആ ലെങ്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് λ/2. അപ്പോൾ വേവ് ലെങ്തിന് പകരം നമുക്ക് എത്രയായിട്ട് പറയാം? 2L. സോ V ഡിവിഷൻ ബൈ 2L. അപ്പൊ അത് നമ്മുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന് പറഞ്ഞ അതേ ഓപ്ഷൻസ് ഇവിടെ പോസിബിൾ ആണ്. അപ്പൊ അടുത്ത കേസ് നോക്കിയേ. അടുത്ത കേസ് വരുമ്പോൾ ആ നോഡ് ഇരുന്ന പൊസിഷൻ ബേസ് ചെയ്തിട്ട് ഒരു സെഗ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ബാക്കി റിമൈൻസ് സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്തിൽ എന്തൊക്കെയുണ്ട്? ഇതും ചേരുമ്പോൾ ഒരു λ/2. ഇതെന്താണ്? λ/2. അപ്പൊ എത്രയാണ്? 2 into λ/2. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയുന്നത് എങ്ങനെ പറയാം? V ഡിവിഷൻ ബൈ ലാംഡ. അപ്പൊ ലാംഡയ്ക്ക് പകരം എങ്ങനെ എഴുതാം? 2 into L/2.
അപ്പൊ എന്തായിട്ട് വന്നു? 2 times of the fundamental frequency. That is the very important one. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്, മറക്കരുത്. അപ്പോ എല്ലാ ഹാർമോണിക്സും പോസിബിൾ ആകുന്നതാണ് നമ്മളുടെ ഓപ്പൺ പൈപ്പ് എന്നുള്ള കാര്യം ഓർക്കുക. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന് സമമാണ് എന്നുള്ള കാര്യവും. അപ്പോ ആന്റിനോഡ് വിൽ ബി അറ്റ് ഓപ്പൺ എൻഡ്. ട്രൂ ആണ് അല്ലെ? പ്രഷർ ചേഞ്ച് വിൽ ബി മാക്സിമം അറ്റ് ബോത്ത് ദ എൻഡ്. ബോത്ത് ദ എൻഡിൽ എന്ന് പറയുമ്പോൾ ആന്റിനോഡ്, അതില് പ്രഷർ ചേഞ്ച് മാക്സിമം ആണോ മിനിമം ആണ് അല്ലെ? യെസ്. അപ്പൊ അത് തന്നെ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. വാട്ട് അബൌട്ട് ബി? ഓൾ ഹാർമോണിക്സ് ഓഫ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വിൽ ബി ജനറേറ്റഡ്. എക്സാക്ട്ലി. ഓഡ് ഹാർമോണിക്സ് ഓഫ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വിൽ ബി ജനറേറ്റഡ്. ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷെ നോക്കുക ഒന്നുകൂടെ. ഓഡ് ഹാർമോണിക്സ് പോസിബിൾ അല്ലേ? യെസ്, ഓടും പോസിബിൾ ആണ്, ഈവനും പോസിബിൾ ആണ്. അപ്പൊ അതും ട്രൂ ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. യു ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? എവരിബഡി? എക്സാക്ട്ലി. നല്ല ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വ്യക്തതയോടെ ശ്രദ്ധിച്ച് നോക്കുക. എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് that is excited to support the third overtone. അപ്പോ third overtone, it is found that air in the pipe has. സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം, ഇതിന്റെ ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്. അപ്പൊ അവിടെ വരുന്നത് ഫണ്ടമെന്റലിൽ നോഡായിരിക്കും. നമ്മുടെ ഒരു എൻഡ് ഓപ്പൺ ആണ്, അവിടെ വരുന്നത് ആന്റിനോഡാണ്. അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് വെലോസിറ്റി ഡിവിഷൻ ബൈ ലാംഡ എടുക്കുമ്പോൾ മറന്നു പോകാൻ പാടില്ല, ആ ലെങ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് λ/4 ആണ്. അപ്പൊ ലാംഡ എന്ന് പറയുന്നത് 4L ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ 2L വരുമ്പോൾ അത് ഓപ്പൺ പൈപ്പോ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങോ ആയിരിക്കും എന്ന് മറക്കരുത്. അവിടെ എല്ലാ ഹാർമോണിക്സും പോസിബിൾ ആണെന്നും മറക്കരുത്. അപ്പൊ തൊട്ടടുത്ത സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ 2 × V/2L എന്ന് നമ്മൾ പറഞ്ഞു. തേർഡ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ 3 × V/2L എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഇനി പറയാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ രണ്ടാമത്തെ ഹാർമോണിക് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ഇവിടെ? സോ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അവിടുത്തെ ഫ്രീക്വൻസി നമ്മൾ എടുക്കുമ്പോൾ വെലോസിറ്റി ഡിവിഷൻ ബൈ ലാംഡ. ലാംഡ എടുക്കുമ്പോൾ നോക്കിയേ, ഇത് മുതൽ ഇതുവരെ എന്ന് പറയുന്നത് എക്സാക്ട്ലി 2 × λ/4 അല്ലേ? λ/4 രൂപത്തിൽ എടുത്തത് അടുത്തൊരു λ/4 കൂടെ ഇല്ലേ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഓർത്തിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 3 λ/4 ആണ് അവിടെ വരുന്നത് അല്ലെ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് 3 × λ/4 ആണ്. അപ്പൊ വേവ് ലെങ്ത് നമുക്ക് എങ്ങനെ പറയാം? 4L/3 ഉണ്ടോ? So 4L/3 ഉണ്ടോ? That is very important. അപ്പൊ അവിടെ ഓർക്കേണ്ടത് 2 എന്ന് പറയുന്ന നമ്മുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസ് അവിടെ ആബ്സെന്റ് ആണ്, തേർഡ് ഹാർമോണിക്കിലേക്ക് പോവുകയാണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോ ഓഡ് ഹാർമോണിക്സ് മാത്രമേ പോസിബിൾ ഉള്ളൂ. അപ്പൊ തൊട്ടടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫിഫ്ത് ഹാർമോണിക് ആണ്. തൊട്ടടുത്തത് എന്ന് പറയുമ്പോൾ മറന്നു പോകരുത്, സെവൻത് ഹാർമോണിക് ആണ്. ഇനി നമ്മളുടെ ഓവർടോണിനെ കുറിച്ചൊന്ന് സംസാരിച്ചേ. ഇത് ഫണ്ടമെന്റൽ ആണ്. അപ്പൊ തൊട്ടടുത്ത് വരുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവനെയാണ് നമുക്ക് സെക്കൻഡ് ഓവർടോൺ എന്ന് നമ്മൾ വിളിക്കുക. അപ്പൊ സെക്കൻഡ് ഓവർടോൺ എന്ന് പറയുമ്പോൾ ഫിഫ്ത് ഹാർമോണിക് ആണ് ഇൻ ഓപ്പൺ പൈപ്പ്. അങ്ങനെയാണെങ്കിൽ തേർഡ് ഓവർടോൺ എന്ന് പറയുന്നതാണ് സെവൻത് ഹാർമോണിക്. അപ്പൊ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ? ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുമ്പോൾ തേർഡ് ഹാർമോണിക്. അപ്പൊ തേർഡ് ഹാർമോണിക്കില് നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര നോഡുണ്ട്? 2 നോഡുണ്ട്, 2 ആന്റിനോഡുണ്ട്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഫിഫ്ത് ഹാർമോണിക്കിൽ എത്ര ഉണ്ടാവും? നോക്കിയേ, ചിന്തിച്ചേ.
ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് പറയുന്നത് 1 2 3 അല്ലെ? 3 നോഡും 3 ആന്റിനോഡും. ക്ലിയർ? യെസ്, 1 2 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് സെവൻത് ഹാർമോണിക് അല്ലേ? സെവൻത് ഹാർമോണിക്കിൽ ഒന്ന് പ്രഡിക്റ്റ് ചെയ്തേ. കമാൺ എവരിബാഡി, കമാൺ എവരിബാഡി. എത്ര നോഡ് ഉണ്ടാവും? എത്ര ആന്റിനോഡ് ഉണ്ടാവും? നോക്കി, തേർഡ് ഹാർമോണിക്കിൽ, ഫിഫ്ത് ഹാർമോണിക്കിൽ. Then next one. Come on. സംശയമുള്ളവർക്ക് വരയ്ക്കാം. Everybody. What is the answer? ഒന്ന് ചിന്തിച്ച് ആൻസർ പറഞ്ഞേ. എക്സാക്ട്ലി നിങ്ങളുടെ ചിന്ത കറക്റ്റ് ആണ്. Come on. Waiting for your answer. അപ്പൊ നമ്മുടെ ഫിഫ്ത് ഹാർമോണിക് വന്നപ്പോ 3 നോഡും 3 ആന്റിനോഡും. അപ്പൊ നമുക്ക് വേണ്ടത് സെവൻത് ഹാർമോണിക് ആണ്, തൊട്ടടുത്തതാണ്. അപ്പോ എത്ര നോഡും എത്ര ആന്റിനോഡും നമുക്ക് പറയാൻ പറ്റും? Come on, say. Exactly. Yes. 4 നോഡ്സും 4 ആന്റിനോഡ്സും നമുക്ക് പറയാം. So അങ്ങനെയാണെങ്കിൽ we get the fourth option as the answer. That is very important one. അപ്പൊ എപ്പോഴും അത് കൃത്യതയോടെ ശ്രദ്ധിക്കുക കേട്ടോ. എത്രയാണ് ആൻഡ് ഓരോന്നിലും നമ്മൾ നോക്കി. ഇപ്പോ നമ്മുടെ സെക്കൻഡ് തേർഡ് ഹാർമോണിക് എടുത്തപ്പോഴ് 2 ആന്റിനോഡ് 2 നോഡ് അല്ലെ? യെസ്. അപ്പം 2 ആന്റിനോഡ് 2 നോഡ്സ്. യെസ്, ആ തരത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചു പോവാം. അപ്പം നമ്മുടെ ഓരോന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കിയിരിക്കണേ. അത് നമ്മുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിലും ഒക്കെ ശ്രദ്ധിച്ച് അത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അതിന്റെ ഫിഗർ വരയ്ക്കണം. വരച്ചതിന് ശേഷമേ അത് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ. ഗുഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ ഈ മാർക്ക് ചെയ്ത് വെച്ച് ഇതിന്റെ തിയറി ഒന്ന് പഠിക്കാൻ ശ്രദ്ധിക്കണേ. എസ്പെഷ്യലി അവർ റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ് നിങ്ങളുടെ ലാബിലൊക്കെ ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആയിരിക്കും. അതിന്റെ തിയറി NCERT ബേസ് ചെയ്തിട്ട് നോക്കി മനോഹരമായിട്ട് അത് പഠിച്ചിരിക്കണേ. A tuning fork is used to produce a resonance in a glass tube. The length of the air column in this tube can be adjusted by a variable piston. At room temperature 27 degrees Celsius, 2 successive resonances are produced at 20 centimeter and 73 centimeter of column of length. If the frequency of the tuning fork is 320 Hertz, the velocity of the sound in air at 27 degrees Celsius is. നിങ്ങളെ ഈ ഫോർമുല മറന്നു പോകരുത്. So V is nothing but equal to 2N into L2 minus L1 എന്ന് എടുക്കാം. അതല്ലെങ്കിൽ V is equal to 2N into L3 minus L2 എന്ന് നമുക്ക് എടുക്കാം. ഏതെങ്കിലും അഡ്ജസന്റ് ആയിട്ടുള്ള 2 റെസൊണേറ്റിംഗ് ലെങ്ത്തുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. So the velocity of the sound is nothing but equal to 2 times of the frequency into the difference in 2 adjacent resonating length. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളണേ. ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്തിന്റെ ഒരു 3 ടൈംസ് ആണ് സാധാരണ. അതിനേക്കാൾ ഒരു അല്പ വ്യത്യാസം കൂടുതലുണ്ടായിരിക്കും നോർമലി സംഭവിക്കുന്ന കേസ്. അത് മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു ചെറിയൊരു മീനിങ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എങ്ങനെ നമുക്ക് കടക്കാൻ പറ്റും? So that is equal to 2 into the given frequency. It is 320 into the second resonating length as a 73, and keep in mind it is in centimeter. So you must convert it into that in meter. The first resonating length as a 20 into 10 to the power of minus 2. So come on, quick. So 2 into that 320 into that is 73 minus 20 into 10 to the power of minus 2. On solving, you get the answer as exactly 339.2 that much meter per second. We can take the second option as the answer. Is it clear? നിങ്ങളെ ക്ലിയർ ആണോ? ആ ഇക്വേഷനെ കുറിച്ച് വളരെ വ്യക്തതയോടെയുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണേ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് ബീറ്റ്സ്. നമ്മൾ അതിന്റെ തിയറി പാർട്ടിനെ പറ്റി ഒരു ചെറിയ ഐഡിയ നമ്മൾ തന്നു. 2 വേവ്സുകൾ അത് നിയർലി ഈക്വൽ ഫ്രീക്വൻസീസ് ആയിരിക്കണം.
നിയർലി ഈക്വൽ ഫ്രീക്വൻസീസ് ആയിരിക്കണം. അവ തമ്മിലുള്ള ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി നോട്ട് ഗ്രേറ്റർ ദാൻ 10 ആയിരിക്കണം. അപ്പോൾ ദ നമ്പർ ഓഫ് ബീറ്റ്സ് ഹേർഡ് എന്ന് പറയുന്നത് അവയുടെ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ആയിരിക്കും സംഭവിക്കുക. ഇവിടെ ഒരു പടിയൂടെ കടന്ന് ഒരു ഇന്റൻസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുക. നോക്കൂ, ടു സോഴ്സസ് ഓഫ് സൗണ്ട് പ്ലേസ്ഡ് ക്ലോസ് ടു ഈച്ച് അതർ are emitting progressive waves that are given by y1 is 4 sine 600 pi t and y2 is equal to 5 sine 608 pi t. An observer located near these two sources of sound will hear 4 beats per 8 beats per, then with intensity ratio 25:16 or 81:1. That is the aspect. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അവയുടെ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസിയാണ്. സോ ഇതിന്റെ ഒന്ന് ജനറലൈസ് ചെയ്താൽ നമുക്കറിയാം, ഇറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ടു ബി ആസ് ω1 × t. ഇവനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് 5 × sin ω2 × t. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് അതിന്റെ ഫ്രീക്വൻസി ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കി. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ ω1 എന്ന് പറയുന്നത് എക്സാക്ട്ലി 600 പൈ എന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2π × f1 എന്ന് പറയുന്നത് 600 പൈ ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സാക്ട്ലി നമ്മുടെ ഫ്രീക്വൻസി f1 എന്ന് പറയുന്നത് 600 പൈ ഡിവിഷൻ ബൈ 2π അല്ലേ. സോ നമുക്ക് പൈ ക്യാൻസൽ ആയാൽ ഫസ്റ്റ് ഫ്രീക്വൻസി എത്ര ആയിട്ട് കിട്ടിക്കഴിഞ്ഞു? 300 Hz എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഫ്രീക്വൻസി ഒന്ന് കണ്ടുപിടിച്ചേ. അവിടെ നമുക്ക് ω2 പകരം തന്നിരിക്കുന്നത് 608 പൈ എന്നാണ് അല്ലെ. സോ ദാറ്റ് ഈസ് 2π f2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 608 പൈ. സോ പൈ ക്യാൻസൽ ആയാൽ യു ഗെറ്റ് ദ വാല്യൂ ഫോർ f2 ആസ് 608 division by that 2, that is equal to 304 Hz. So already we said it, the difference in frequency, that is called the number of beats. So the number of beats become 304 minus 300. So you get the answer as 4. So adile first part namukku kidigal. Ini adutha concept ennu parayunnathu intensity cases aanu alle. Between waxing and waning, maximum intensity മിനിമം ഇന്റൻസിറ്റിയും അവിടത്തെയുള്ള റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നോക്കൂ, ഇത് ആംപ്ലിറ്റ്യൂഡുമായിട്ടാണ് അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാക്സിമം എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് എടുക്കാം? That is nothing but equal to proportional to a1 plus a2 the whole square. That is the very important one. അതേപോലെ മിനിമം we can write to be is equal to yes proportional to a1 difference a2 the whole square. So our aim is to find what is the ratio of I maxima by I minima. So that is equal to a1 plus a2 the whole square by a1 minus a2 the whole square. a1 plus a2 എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡ് ഒന്ന് നോക്കി, 5 and 4. So we can say 5 plus 4 the square by 5 difference 4 the square. So that is equal to what? Come on everybody. Yes, 5 plus 4, that 9 square by 1 square. So that is 81:1. So that is the intensity ratio during waxing and waning. Is it clear? So what is the answer for the question? Come on everybody, try to give the answer. Everybody, നിങ്ങളെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടോ? ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം നിങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഈ ചാനലിൽ തന്നെ നീറ്റ് പ്രീവിയസ് ഇയർ ചാപ്റ്റേഴ്സ് നമ്മുടെ 33 ഇയേഴ്സിലെയും ചാപ്റ്ററുകളെ 33 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം, അത് സമയം കിട്ടുന്ന അനുസരിച്ച് ചെയ്യാം.
അപ്പൊ ഈ ചാപ്റ്ററുകളുടെ പ്രത്യേകത സ്ഥിരം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആവർത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒത്തിരി ഗുണകരമായിരിക്കും. അതോടൊപ്പം ഒരു ക്വിക്ക് റിവിഷന് വേണ്ടി 100 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആർ ദെയർ. അതിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡീൽ ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 51 +1 ടോപ്പിക്കിലും അതേപോലെ +2-ലും അങ്ങനെ 100 ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. അത് നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷൻ നൽകുന്ന വീഡിയോസ് ആയിരിക്കും. ഒരു മിനിമം 10 മിനിറ്റിന് താഴെ ഉള്ള ആ തരത്തിലുള്ള ചെറിയ വീഡിയോസ് ആണ്. നിങ്ങൾ അത് കണ്ടാൽ നിങ്ങൾക്ക് റിവിഷൻ പെർഫെക്റ്റ് ആകുന്ന തരത്തിലാണ്. സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എനർജി. ഇന്ന് നമ്മുടെ 11ാം ക്ലാസ്സിലെ സകല ടോപ്പിക്കുകളും നിങ്ങളുടെ മുന്നിലെ 13 എപ്പിസോഡായിട്ട് എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, അതിന്റെ പുറകില് ലോട്ട് ഓഫ് പെയിൻ എടുക്കാതെ ഒരിക്കലും ഈ ഒരു സർവീസ് നടത്താൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഊർജം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. സോ ആ സപ്പോർട്ട് നൽകുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്, പ്രാർത്ഥനയുണ്ട്. അതോടൊപ്പം പ്ലീസ് ഷെയർ ദിസ് ചാനൽ ടു യുവർ ഫ്രണ്ട്സ്. അത് വളരെ നീഡാണ്. കാരണം എങ്കിൽ മാത്രമേ ഇതിന്റെ പ്രയോജനം ബാക്കിയുള്ള വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുവാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലെ ഒരു സഹകരണം പ്രതീക്ഷിക്കുകയാണ്. സോ പ്ലീസ് ഷെയർ ദിസ് ചാനൽ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ. സോ കുഞ്ഞുങ്ങളെ, നമ്മള് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്ക് മൂവ് ചെയ്യാണ്. നോക്കിയേ, സ്ഥിരം വെയിറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങളെ എൻട്രൻസ് എക്സാമുകൾക്ക്. വളരെ ശ്രദ്ധയോടെ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. A tuning fork of frequency 512 Hz makes 4 beats per second with the vibrating string of a piano. The beat frequency decreases to 2 beats per second when the tension in the piano of the string is slightly increased. The frequency of the piano string before increasing the tension was. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. 2 കേസസ് ഇവിടെ പറയുന്നു. ഫസ്റ്റ് കേസ് പറയുന്നത്, ഒരു ട്യൂണിംഗ് ഫോർക്ക് അവന്റെ ഫ്രീക്വൻസി 512 എന്നാണ് പറയുന്നത്, അല്ലെ? യെസ്. വിത്ത് എ വൈബ്രേറ്റിംഗ് സ്ട്രിങ് ഓഫ്. അപ്പൊ ആ വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അവനെ നമുക്ക് NA എന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അത് ആരുമായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? ഒരു ട്യൂണിംഗ് ഫോർക്കാണ്. അപ്പൊ അതിന്റെ വാല്യൂ 512 ആണ്. പക്ഷെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ബീറ്റ്സ് എന്ന് പറയുന്നത് എത്രയായിട്ട് തന്നിട്ടുണ്ട്? 4. പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം. കാരണം ഈ ഡിഫറൻസ് 4 എന്ന് പറയുമ്പോൾ ഒന്നുകിൽ we have to assume that NA is greater than 512. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ വരാൻ സാധ്യതയുള്ളത് 512 - NA എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇതിലേതാണ് ജെനുവിൻ എന്നുള്ളത്? എന്തായാലും ബീറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസിയാണ്. ഇതിലേത് കൂടുതലാണ് കുറവാണ് എന്ന് സെൻസ് ചെയ്യാനാണ് അടുത്ത കൺസെപ്റ്റ് പറയുന്നത്. ഇവിടെ പറയുന്നു, ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ഇൻക്രീസസ്, ബീറ്റ് ഫ്രീക്വൻസി ഡിക്രീസസ് ടു 2. നമുക്കറിയാം, the velocity and hence the frequency, that is v division by 2l, that velocity is nothing but equal to √T/μ/2l. That means the frequency is directly proportional to the tension. When tension increases, the frequency of that string increases. That is a very important one. അപ്പൊ അവിടെ പറയാണ്, സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസി കൂടിയപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി ഡിക്രീസസ് ടു 2 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ കുറയുന്നു. എന്ത് ചെയ്തപ്പോൾ? NA കൂടിയപ്പോൾ. എങ്കിൽ നമ്മുടെ ഫസ്റ്റ് കേസ് ആണോ സെക്കൻഡ് ആണോ റൈറ്റ്? ഐ ആം നോട്ടിങ് ഇറ്റ് as 1 and this is 2. ഇതിൽ ഏതായിരിക്കും ജെന്യുവിനലി കറക്റ്റ്? നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ, ആ സ്ട്രിങ്ങിന്റെ ടെൻഷൻ കൂടിയപ്പോൾ, ഫ്രീക്വൻസി കൂടിയപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി ഡിക്രീസസ് ആണെങ്കിൽ
Na minus 512 ആണോ correct? 512 minus Na ആണോ correct? Come on, everybody. Come on. What is your response? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാല്യൂ റൈറ്റ് ഹാൻഡ് സൈഡ് കുറയണം അല്ലേ? പക്ഷേ ഫ്രീക്വൻസി ഈ ഒരു ഇക്വേഷനിൽ എന്നെ കൂടി ഇവിടെ കൂടുമ്പോൾ ഗ്യാപ്പ് എന്ത് ചെയ്യും? കൂടും. ആ 4 കൂടുതലേ വരും. അപ്പൊ ഇത് പറ്റത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 512 മൈനസ് Na എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് കിട്ടി? 4 ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് Na എന്ന് പറയുന്നത് എക്സാക്ട്ലി എങ്ങനെ പറയാം? 512 മൈനസ് S4 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എത്രയായി മാറിക്കഴിഞ്ഞു? എക്സാക്ട്ലി യു ആർ റൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, സോ യു ഗെറ്റ് ദ ആൻസർ ആസ് D. ഓക്കെ, സോ ഒരു സംശയം വന്നിട്ടുണ്ട്. നീറ്റ് പ്രീവിയസ് ഇയർ ബാക്കി ചാപ്റ്റേഴ്സ് ഉറപ്പായിട്ടും ഉടൻ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ദിവസങ്ങളിൽ ഒരല്പം ബിസി ഷെഡ്യൂൾ ഉണ്ട്. യുനോ ക്ലാസ് 11 സ്റ്റേറ്റ് സിലബസിന്റെ പരീക്ഷ വരുന്നുണ്ട്. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട ചില ക്ലാസ്സസും പ്രിപ്പറേഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് അവരുടെ ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ ആയിട്ട് ഒരല്പം ബിസി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് മനഃപൂർവ്വം എടുക്കാത്തതാണ്. അപ്പൊ ഈ ഒരാഴ്ച കഴിയുമ്പോൾ അതിനുള്ളിൽ തന്നെ ഒരു ചാപ്റ്റർ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ഇതിന്റെ പവർ പോയിന്റ് പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നതാണ്. ചെയ്യുമ്പോൾ അത് മനോഹരമായിട്ട് നിങ്ങളുടെ കൈകളിൽ വരികയും വേണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രയോജനകരമാകുന്ന ഒരു സമയ ഡ്യൂറേഷനിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സോ ഇവിടെ നമുക്ക് 4th ഓപ്ഷൻ എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്പർ 12 നമ്മുടെ ഡോപ്ലർ എഫക്റ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. നമുക്കറിയാം, നമുക്ക് ആദ്യമേ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുമ്പോഴാണ് നമ്മുടെ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സംഭവിക്കുന്നത്. ആ ഡോപ്ലർ എഫക്റ്റ് സംഭവിക്കാത്ത ചില സിറ്റുവേഷനെ കുറിച്ച് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാല് നമ്മുടെ സോഴ്സും ആൻഡ് ദാറ്റ് ഒബ്സർവർ അല്ലെങ്കിൽ ഡിറ്റക്ടർ റെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓർക്കുക, നോ ഡോപ്ലർ എഫക്റ്റ്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. രണ്ടാമതൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് that S and D are moving with the constant velocity. That is a very important one. അപ്പൊ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അത് സംഭവിക്കും. അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സും ഡിറ്റക്ടറും തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ keep in mind there is no Doppler effect. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. Whatever may be the case, ഈ എസും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് സെപ്പറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിലും ഡോപ്ലർ എഫക്റ്റ് ഉണ്ടാവില്ല. സോ യു നോ ദ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് ഡ്യൂ ടു ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ ഡിറ്റക്ടർ. അപ്പൊ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. ദാറ്റ് അപ്പാരന്റ് ചേഞ്ച് ഇസ് ഈക്വൽ ടു ദി ആക്ച്വൽ ഫ്രീക്വൻസി ഇൻടു V minus the velocity of the detector by V minus the velocity of the source. ഇത് വളരെ പ്രധാനമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കും. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സോഴ്സ് ആണ് നമ്മുടെ മനസ്സിൽ ഇരിക്കുക. ആ സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ്സിന്റെ ഡയറക്ഷനിലാണ് നമ്മുടെ വിഡിയും നമ്മുടെ വി എസിന്റെയും മൂവ്മെന്റ് എങ്കിൽ വി ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. അതിന് പകരമായിട്ട് അവയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എടുക്കുന്നതെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് അത് നെഗറ്റീവായിട്ട് മാറും എന്നുള്ള കാര്യം ഓർക്കുക. സൗണ്ട് വേവിന്റെ മോഷന് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ദേ ആർ ടേക്കൺ ആസ് പോസിറ്റീവ്, അതർവൈസ് നെഗറ്റീവ് എന്നൊരു ആസ്പെക്ട്. ഡോപ്ലർ എഫക്റ്റ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാനലിൽ തന്നെ പ്രീവിയസ് ഇയർ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനുകൾ ഒന്ന് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പിക്കാൻ പറ്റും. Now look the question number 12. Come on everybody.
Two cars moving in opposite directions approach each other with a speed of 22 meter per second and 16.5 meter per second respectively. The driver of the first car blows a horn having frequency 400 hertz. The frequency heard by the driver of the second car is. ഇവിടെ പറയുന്നത് ഓർക്കുക, ഇവിടെ ഫസ്റ്റ് കാറും സെക്കൻഡ് കാറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. That is very important. അപ്പോൾ ആദ്യത്തെ മൂവ് ചെയ്യുന്ന വെലോസിറ്റി 22 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അടുത്തത് 16.5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇവനാണ് സോഴ്സ്. അപ്പൊ അത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 400 ഹെർട്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് ഡിറ്റക്ടർ ആണ്. അപ്പൊ ഡിറ്റക്ടറുടെ വെലോസിറ്റി ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് സോഴ്സിന്റെ വെലോസിറ്റി ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ സൗണ്ടിന്റെ ഡയറക്ഷൻ ആയിട്ട് വരിക. അപ്പൊ ഡിറ്റക്ടർ മൂന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ സ്വാഭാവികപരമായിട്ട് മൈനസ് സൈൻ വരികയാണ്. അപ്പോൾ സോഴ്സും നമ്മുടെ വെലോസിറ്റി സൗണ്ട് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അത് പോസിറ്റീവ് ആയിട്ട് തന്നെ നമ്മുടെ കൺസിഡർ ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു F0 ഇൻറ്റു V മൈനസ് VD. VDയുടെ ഡയറക്ഷൻ ഇവിടെ മൈനസ് ആണ്, അത് മറന്നു പോകരുത്. സോ V മൈനസ് VS ആയിട്ട് എടുക്കും. അപ്പൊ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് F0 എന്ന് പറയുന്നത് 400 ആണ്. The velocity of sound is taken as 340 minus 16.5, that division by that 340 minus that velocity of the source that is given as 22. So we can write it to be as 400 into that 340 plus 16.5 by 340 minus 22. പെട്ടെന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചേ. Come on. So you get the value as 400 into that 356.5 by that 380. And you get the answer as is equal to 448.42 hertz. So that is a very important concept. That means we get the answer as that third option. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷനെ കുറിച്ച് ഒരു കാരണവശാലും മറന്നു പോകരുത് നിങ്ങളെ. That is a very important one. So velocity of the soundന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മുടെ സോഴ്സിന്റെയോ ഡിറ്റക്ടറുടെയോ മൂവ്മെന്റ് എങ്കിൽ we have to taken them as പോസിറ്റീവ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കാൻ മറന്നു പോകരുത്. നോക്കൂ, the next one വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത വെയിറ്റ് ചെയ്യാം. Come on everybody. A vehicle with a horn of frequency n is moving with a velocity of 30 meter per second in a direction perpendicular to the straight line joining the observer and the vehicle. The observer perceives the sound to have a frequency n plus n1. Then, if the velocity of sound in air is 300 meter per second, what is the value for n1? Come on, everybody. Please predict the answer. നമ്മൾ തുടക്കത്തിലെ തന്നെ ചില ആസ്പെക്ട്സുകൾ വളരെ വ്യക്തതയോടെ പറഞ്ഞു. ഡോപ്ലർ എഫക്റ്റ് ആബ്സെന്റ് ആകാൻ സാധ്യതയുള്ള കേസസ്. ഒന്ന്, സോഴ്സും ഡിറ്റക്ടറും ഉറപ്പായിട്ട് രണ്ടുപേരും റെസ്റ്റ് ആകണമെങ്കിൽ, രണ്ടുപേരും തമ്മിൽ സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ രണ്ടുപേരും തമ്മിൽ മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ, പിന്നെ നമ്മൾ മറ്റൊരു ഓപ്ഷൻ കൂടെ പറഞ്ഞു. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് there? എപ്പോഴും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് കൂടെ ഞാൻ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? എന്താ സംസാരിച്ചേ? യെസ്, ഇവര് തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് പോകുന്നതെങ്കിൽ there is no Doppler effect. It is a very important one. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഫ്രീക്വൻസി ചേഞ്ച് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് എന്തെന്ന് പറയാം? 0 ആയിരിക്കും ആൻസർ. ദാറ്റ് മീൻസ് ദ സെക്കൻഡ് ഓപ്ഷൻ ആസ് ദി ചോയ്സ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കിയുള്ളത് നമുക്ക് കാൽക്കുലേഷൻ ബേസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഈ ഒരു കാര്യം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഡിയർ വൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിച്ചേ. നമ്മുടെ ഡോപ്ലർ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, സിമ്പിൾ ആണ്. വീണ്ടും, two trains are moved towards each other with the same speed. The speed of sound is 340 meter per second.
The height of the tone of the whistle of one of them heard on the other changes 9/8 times. But frequency 9/8 times ആയിട്ട് കൂടിയിരിക്കുകയാണ്. Then the speed of each train should be. അപ്പൊ നമ്മളിപ്പോ ചെയ്ത അതേ കോൺസെപ്റ്റിൽ നമ്മൾ അപ്രോച്ച് ചെയ്താൽ യു ഗെറ്റ് ദ ആൻസർ. ഒന്ന് ശ്രമിച്ചേ. ഓൾറെഡി ഇവിടെ ഒരു കാര്യം ഓർക്കണം. അപ്പൊ ഒരു ട്രെയിൻ അവനാണ് ഹോൺ നമ്മുടെ വിസില് അടിക്കുന്നതെങ്കിൽ ആ വേവ് മറ്റേ ആളാണ് കാണുന്നതെങ്കിൽ അപ്പൊ ഉറപ്പായിട്ടും ഡിറ്റക്ടറുടെ ഡയറക്ഷൻ നമുക്ക് മൈനസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അത് മാറും. വി സോഴ്സ് എന്ന് പറയുന്നത് പ്ലസ് ആയിട്ട് ഒരേ സ്പീഡ് എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ. അപ്പൊ വി ഡി എന്ന് പറയുന്നത് നമുക്ക് -u ആയിട്ട് എടുക്കാം, വി എസ് എന്ന് പറയുന്നത് +e ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പാരന്റ് ചേഞ്ച് ഇൻ വാല്യൂ എന്ന് പറയുന്നത് f0 v മൈനസ് വി ഡി ബൈ വി മൈനസ് വി സോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു f0. ഇവിടെ f ഡാഷ് എന്താണാവൂ? ഇവിടെ തന്നിട്ടുണ്ട് 9/8 times f0 v minus what is vd, v minus what is vs. So that is equal to f0 into v plus u by v minus u. ഇവിടെ നമുക്ക് f0 ക്യാൻസൽ ആകാം അല്ലെ. ഒന്ന് ക്രോസ് ചെയ്തേ. 9v minus 9u equal to, come on, 8v plus 8u, that is aspect. Come on. എന്നിട്ട് ഈ 8v നമുക്ക് LHS ലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. അപ്പോഴത്തേക്ക് നമുക്ക് എന്തായിട്ട് കിട്ടി? 9v equal 9v minus 8v, v ആയി കിട്ടി അല്ലെ. Then ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നേ. 9u plus 8u, that is equal to exactly 17u ആയിട്ട് കിട്ടി. Our aim is to find what is u, that is equal to v by 17. What is v here? So v is nothing but equal to 314 by 17. That is equal to exactly, yes, 20 meter per second. And we can call that first option as the answer. Is it okay? Is it clear? You got the answer? Everybody please message me. Come on. Look. The last question, 15. The time of reverberation of a room A is 1 second. What will be the time of reverberation of a room having all the dimensions double of those of room A? That is very important. മക്കളെ, എന്താണ് ഈ റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത്? അതിന്റെ മീനിങ് ഒന്ന് മനസ്സിൽ ഓർമ്മ വെക്കുക. The persistence of sound for some time after the source stops producing sound. അപ്പൊ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര സമയമാണ് ആ ഹോളില് ആ സൗണ്ട് നിൽക്കുന്നത്? That is the persistence of sound after the source stops producing the sound. അതിനെയാണ് റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻ ഉള്ളത് സാമ്പിയൻസ് ഫോർമുലയാണ്. ഇത് സ്പെഷ്യൽ ആയിട്ട് 2006 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ടൈം ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 0.16v ഡിവിഷൻ ബൈ സിഗ്മ എ ഇൻറ്റു എസ്. ഈ സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ A1 S1 പ്ലസ് A2 S2 പ്ലസ് എക്സെട്ര പ്ലസ് ദാറ്റ് AN SN എന്നാണ് ഉദ്ദേശിക്കുന്നത്. എ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് എ സർഫസ്. ആ സർഫസിന്റെ ഏരിയ ആണ് S1. അപ്പൊ S1 ഏരിയയുള്ള, ഇപ്പൊ നമ്മൾ ഒരു ഹോളില് ഒരു ബോക്സ് ഇരിപ്പുണ്ടെങ്കിൽ ആ ബോക്സിന്റെ ഏരിയ എന്താണ്, അതിന്റെ സർഫസിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് എന്താണ്, അങ്ങനെ ഓരോ മെറ്റീരിയലിന്റെയും കൂടെ ആഡപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ ഈ പറഞ്ഞിരിക്കുന്ന സിഗ്മ AS കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പം ഇതെന്ന് പറയുന്നത് ടോട്ടൽ അബ്സോർപ്ഷൻ ഓഫ് ദ ഹോൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം.
അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാൻ പറ്റുക? ഇവിടെ പറയുന്നത് all the dimensions of the room become double എന്നാണ്. അപ്പൊ നമ്മുടെ ഈ റിവർബറേഷൻ ടൈം നോക്കിയേ പ്രൊപ്പോർഷണൽ ആകുന്നത് രണ്ട് ഫാക്ടേഴ്സിലൂടെയാണ്, ഡയമെൻഷൻസ് അല്ലേ? ഒന്ന് വോളിയം, ഒന്ന് ഏരിയ. അപ്പൊ അതൊരു സ്ക്വയർ കോൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കുകയാണെങ്കിൽ ലെങ്ത് ക്യൂബ് ബൈ എൽ സ്ക്വയർ ആയിട്ട് പറഞ്ഞൂടെ എന്ന് പറയുമ്പോൾ ദാറ്റ് റിവർബറേഷൻ ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത്. അപ്പൊ സ്വാഭാവികപരമായിട്ടും ഇവിടെ പറയുന്നത് രണ്ട് കേസസ് നമുക്ക് പറയുമ്പോൾ T2 by T1 is equal to L2 division by L1. It is given in the second case L2 become double of the value. So L1 cancel. So T2 take the value as is equal to L2 times of T1. That is a very important one. അപ്പൊ ആദ്യത്തെ കേസിലെ ടൈം 1 സെക്കൻഡ് ആണ്. L2 എത്രയായിട്ട് മാറി? 2 ആയിട്ട് മാറിക്കഴിഞ്ഞു. Sorry, 2 times of T1. So 2 into 1. So we can take D as the answer. Exactly the second option. Sorry, fourth option ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഡിയർ വൺ, വേവ്സ് എന്ന് പറയുന്ന അതോടൊപ്പം നമ്മുടെ ഫസ്റ്റ് ഇയറിലെ എല്ലാ ചാപ്റ്ററുകളും 13 എപ്പിസോഡായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് നാളെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ നീറ്റ് പരീക്ഷയ്ക്ക് 4+1 ക്വസ്റ്റ്യൻസ് ലഭിച്ചിരുന്ന ഒരു ബിഗ് ചാപ്റ്ററാണ്, ബ്രെയിൻഡ് ചാപ്റ്ററാണ്. ഇനിയുള്ള അങ്ങോട്ടുള്ള ചാപ്റ്ററുകളെല്ലാം തന്നെ ബ്രെയിൻഡ് ആണ്, പക്ഷെ സ്കോറബിളുമാണ്. നല്ല ക്വസ്റ്റ്യനുകൾ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഗുഡ് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ. സോ ഡിയർ വൺ, നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ എത്തിക്കുവാൻ വേണ്ടി ആ ഒരു എനർജിയാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ SS ഫിസിക്സ് ക്ലാസ്സിന് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. So please share this one to your friends. Subscribe ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. So take care. God bless you.